കൃഷിയിലേക്കിറങ്ങുന്ന ഏതൊരു കർഷകന്റെയും ആദ്യ ചിന്ത എന്ത് കൃഷി ഇറക്കണമെന്നതാണ്. തന്റെ പതിവ് കൃഷിരീതികളിൽ നിന്നും വേറിട്ട് ഇക്കുറി വയലിൽ ചെറുപയർ കൃഷി ചെയ്ത് വിജയഗാഥ സൃഷ്ടിച്ചിരിക്കുകയാണ് കോഴിക്കോട് ചെറുകുളത്തൂരിലെ ഗണേശൻ എന്ന കർഷകൻ. 90 ദിവസം മൂപ്പെത്തിയ ചെറുപയർ കൃഷി ഇപ്പോൾ വിളവെടുപ്പിന്റെ നാളുകളിലാണ്. ചെറുകുളത്തൂർ പാടത്തെ 1.5 ഏക്കർ സ്ഥലത്താണ് ഗണേശന്റെ ചെറുപയർ കൃഷി. തമിഴ്നാട് കാർഷിക സർവകലാശാല വികസിപ്പിച്ച വമ്പൻ ഇനത്തിൽപ്പെട്ട ചെറുപയർ വിത്തുകളാണ് കൃഷി ചെയ്തത്. ചെറുപയർ കൃഷിക്ക് ഞങ്ങൾ പ്രത്യേകിച്ച് വളമൊന്നും ഈ തവണ ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാര്യമായ ഒരു പരിചരണമോ കാര്യമായ ശ്രദ്ധയോ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ല വിളവെടുപ്പ് കിട്ടുമായിരുന്നു. നല്ല വിളവ് അപ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുകയാണെങ്കിൽ വയലിൽ നൈട്രജൻ്റെ അളവും കൂടും. അതുകൊണ്ട് തന്നെ കൃഷിക്ക് അടുത്ത കൃഷി ചെയ്യുമ്പോൾ അത് മണ്ണിന് ഫലഭൂയിഷ്ഠമാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ കൃഷി പ്രോത്സാഹിപ്പിക്കേണ്ടതും കൃഷി ഉണ്ടാകുന്നത്. പെരുവയൽ കൃഷിഭവനാണ് വിത്തും മാർഗനിർദ്ദേശങ്ങളും നൽകിയത്. ഗണേശന്റെ കൃത്യമായ പരിചരണവും വളപ്രയോഗവും ലഭിച്ചതോടെ ചെറുപയർ കൃഷി അങ്ങ് തഴച്ചു വളർന്നു. പ്രദേശത്തെ കുട്ടികളും സ്ത്രീകളും കർഷകരും കാർഷിക വകുപ്പ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ ചെറുകുളത്തൂരിലെ ആദ്യ ചെറുപയർ കൃഷി വിളവെടുക്കാൻ വയലിലെത്തി. ഈ പയറുവർഗ്ഗങ്ങൾ, അതായത് പ്രോട്ടീൻ കണ്ടന്റിൽ നമ്മളെ പോപ്പുലേഷൻ, അതായത് അവർക്ക് ഡെഫിഷ്യൻസി ഉണ്ടാകുന്ന ഒരു സമയവും കൂടിയാണ്. പിന്നെ കൂടാതെ നമ്മളെ ഡയറ്റ് മാറുന്നതിനനുസരിച്ച് നമ്മൾ ധാന്യവിളകൾ കുറച്ച് പയറുവർഗ്ഗങ്ങൾ കൂട്ടാനുള്ള ഒരു പുതിയ, അതായത് ഇപ്പം എല്ലാവരും ഭക്ഷണക്രമം അങ്ങനെ ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായും കൂടിയാണ് പൊതുജനങ്ങളിൽ ഇങ്ങനെ പയറ് കൃഷി പ്രോത്സാഹിപ്പിക്കുകയും അതുപോലെ കർഷകരുടെ ഇടയിൽ പ്രോത്സാഹിപ്പിക്കുകയും പൊതുജനങ്ങൾക്ക് അത് ഉപകാരപ്പെടുന്ന വിധത്തിൽ ഭക്ഷ്യവിള ആയി ഉപയോഗപ്പെടുത്താനും വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. ഏതു കർഷകർക്കും മാതൃകയാക്കാവുന്ന ഗണേശന്റെ ആദ്യ ചെറുപയർ കൃഷിയിൽ 100 മേനി വിളവാണ് ലഭിച്ചത്. കടയിൽ നിന്ന് മാത്രം വാങ്ങി പരിചയമുള്ള ചെറുപയർ കൃഷി ചെയ്ത് വിജയിച്ചതോടെ വരും വർഷങ്ങളിലും കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ചെറുപയർ കൃഷി വ്യാപിപ്പിക്കാനാണ് ചെറുകുളത്തൂരിലെ ഈ പാരമ്പര്യ കർഷകന്റെ തീരുമാനം. ഒപ്പം തന്റെ ചെറുപയർ കൃഷിയിലെ കാർഷികാറിവുകൾ മറ്റു കർഷകർക്കു കൂടി പങ്കുവെക്കണമെന്ന ഉദ്ദേശവും ഗണേശനുണ്ട്. ന്യൂസ് മലയാളം, കോഴിക്കോട്.